സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ തിരുവല്ലയിലാണ്. തിരുവല്ലയിൽ ഒരു ഗ്ലാസ് ഹൗസിലാണ് ഉള്ളത്. അവിടെ വെച്ചിട്ട് നമ്മൾ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ കാണുന്നതൊക്കെ ഗ്ലാസ്സുകളാണ്. നമ്മുടെ വീടുകളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെയുള്ള ഇപ്പം ഗ്ലാസ്സുകളാണല്ലോ മിക്ക ഡൈനിങ് ടേബിളിനായിട്ടുള്ളത്. പണ്ടൊക്കെ ആണെങ്കിൽ വുഡ് ആയിരുന്നു, ഇപ്പം ഗ്ലാസ്സിനകത്ത് ഗ്ലാസ് ആണ്. പിന്നെ ചെറിയ ടേബിൾ അതിനകത്തൊക്കെ ഗ്ലാസ് ആണ് ഇപ്പം വെച്ച് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഗ്ലാസ്സുകളൊക്കെ എവിടെ വെച്ച് കട്ട് ചെയ്യുന്നു, എങ്ങനെ കട്ട് ചെയ്യുന്നു ഒക്കെയുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇതൊരു എക്സാമ്പിളാണ്. തിരുവല്ലയിൽ തന്നെ ഒരു ഗ്ലാസിന്റെ ഒരു ഗോഡൗൺ ആണ് അവരുടെ. അപ്പോൾ അവിടെ വെച്ച് അവർ എങ്ങനെയാണ് ഗ്ലാസ് കട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങളെ ഇപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി ഇപ്പോൾ ഉപയോഗിക്കുന്നത് ക്രെയിനാണ്. നൂതന രീതിയിലുള്ള ടെക്നോളജിയൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ക്രെയിൻ വഴിയാണ് ഈ ഗ്ലാസ് കട്ട് ചെയ്യുന്ന ഇതിലേക്ക് എടുക്കുന്നത്. ആ ഒരു ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണാൻ പറ്റും, ഈ ഒരു റിമോട്ട് കൺട്രോളർ വെച്ചിട്ടാണ് ആ ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ ആ ക്രെയിൻ്റെ റോപ്പ് ആ ഗ്ലാസ്സിനകത്തോട്ട് പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്യുന്നു. അതിലൊരു 3-4 പേരുടെ സഹായം വേണം അത് ഫിറ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ആ ഗ്ലാസ് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിട്ട് ആയിപ്പോവും. അത് ഒരുപാട് വിലയുള്ളൊരു സാധനമാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. നല്ല സേഫ്റ്റി മെഷർമെൻറ്റ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടാണ് അവരിത് കൈകാര്യം ചെയ്യുന്നത്. 3-4 പേരുടെ ഒരു ശ്രമമില്ലെങ്കിൽ ഈ സാധനം അങ്ങോട്ട് കട്ട് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് എടുക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ക്രെയിനകത്ത് അവരത് പ്രോപ്പറായിട്ട് അത് ഫിറ്റ് ചെയ്തു. എന്നിട്ട് പതുക്കെ റിമോട്ട് കൺട്രോളർ വഴി അത് മൂവ് ചെയ്യിക്കുകയാണ്. ആ മൂവ് ചെയ്യിച്ചിട്ട് വേണം അവരുടെ ആ കട്ടിങ് പാത്തിലേക്ക് ഈ സാധനത്തിനെ എടുക്കാനായിട്ട്. പണ്ടൊക്കെ ആരെങ്കിലും നമുക്കറിയാലോ, ലോഡിങ് ആരെങ്കിലും ചിലപ്പോൾ ഇതൊന്നും ചെയ്യേണ്ടത്. ഇത് ആ ക്രെയിൻ വഴിയാണ് ഇപ്പോൾ അത് ആ കട്ടിങ് യാർഡിലോട്ട് അങ്ങോട്ട് എത്തുന്നത്. വളരെ സൂക്ഷ്മതയോടും വളരെ സമയമെടുത്തും ശ്രദ്ധയോടും കൂടെ ചെയ്യേണ്ട ഒരു പരിപാടിയാണിത്. അത്രയും വലിയ ഗ്ലാസ് ആണ് അവർ കൈകാര്യം ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടായാൽ പോലും കസ്റ്റമേഴ്സ് അത് മേടിക്കത്തില്ല. നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. എന്തെങ്കിലും ഒരു സ്ക്രാച്ചസ് ഉണ്ടെങ്കിൽ നമ്മളൊരു കടയിൽ ഒരു സാധനം മേടിക്കുകയാണെങ്കിൽ നമ്മളത് മേടിക്കത്തില്ലല്ലോ. പിന്നെ എന്ന് പറഞ്ഞ പോലെയാണ് അവരും വളരെ ശ്രദ്ധയോടെ തന്നെയാണ് കാര്യം കൈകാര്യം ചെയ്യുന്നത്. വേണ്ട രീതിയിൽ തന്നെ 4 പേര് കൂടി സപ്പോർട്ട് ചെയ്ത് ആ കട്ടിങ് യാർഡിലോട്ട് എത്തിക്കഴിഞ്ഞതിന് ശേഷം അവർ ആ റോപ്പ് പതുക്കെ 2 സൈഡും കൂടെ റിമൂവ് ചെയ്തിട്ട് 3-4 പേര് കൂടി സപ്പോർട്ട് ചെയ്തിട്ടാണ് അവർ സാധനം കൃത്യമായിട്ട് അവിടെ പ്ലേസ് ചെയ്യുന്നത്. ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം ക്രെയിൻ പതുക്കെ അതിൻ്റെ പഴയ അതിലോട്ട് അങ്ങ് വിട്ടു. പിന്നെ ആ ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്ത ചേട്ടനും കൂടെ കൂടിയിട്ടാണ് ഈ സാധനം അവർ നിൽക്കുന്ന അതിനകത്തോട്ട് ഇറക്കി വെക്കുന്നത്. അതിനുശേഷമാണ് അവിടെ വെച്ച് കട്ട് ചെയ്യുന്നത്. ഈ കട്ട് ചെയ്ത സാധനമാണ് നമ്മുടെ വീട്ടിൽ ഡൈനിങ് ടേബിളായിട്ടോ അല്ലെങ്കിൽ വലിയ വലിയ ഓഫീസുകളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്ലാസ് ആണല്ലോ മൊത്തത്തിൽ. ആ ഗ്ലാസ് ഇങ്ങനെയുള്ള ഇവരാണ് അതിനുള്ള അളവ് ഇവർക്ക് കൊടുത്തിട്ട് ഇവരാണത് പാകത്തിന് കട്ട് ചെയ്തെടുക്കുന്നത്. നോക്കി എത്ര ശ്രമകരമായ ഒരു ജോലിയാണ്, എത്ര ശ്രദ്ധയോടെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. ഇതാണ് ഒരു പ്രൊസീജിയർ ഈ ഒരു ഗ്ലാസ് കട്ട് ചെയ്യുന്നതിന്. നോക്കിയാൽ അതിൻ്റെ വിട്ട് നോക്കിയാൽ ഗ്ലാസിൻ്റെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് അല്ലേ. വളരെ ശ്രദ്ധ വേണ്ട ഒരു പരിപാടി. വ്യത്യസ്തമായ ഒരു കാഴ്ച ആയതുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. താങ്ക് യു ഫോർ വാച്ചിങ്.